Seventh question. A tape recorder company manufactures model A, B and C. അപ്പോൾ 3 models ആണ് A, B, C, which have profit contribution of rupees 15, rupees 40 and rupees 60 respectively. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണം പ്രോഫിറ്റ് ചെയ്താൽ പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15, 40 and 60 per unit profit ആണ് 15, 40, 60 വരുന്നത്. The weekly minimum production requirements are 25 units. Minimum 25 units for model A. Minimum production requirement. Production requirement. എഴുതുവാണെങ്കിൽ അത് എയുടേത് 25 യൂണിറ്റ്സ്, ബിയുടേത് 130 യൂണിറ്റ്സ്, സിയുടേത് 55 യൂണിറ്റ്സ്. Each type of recorder requires a certain amount of time for the manufacturing of the component parts, for assembling and for packing. Specifically, a dozen units of model A require 4 hours for manufacture. Manufacturing in ആണെങ്കിൽ 4 hours per dozen ആണ്. മാനുഫാക്ചറിങ്ങിന് എക്ക് 4 hours for 4 hours per dozen. 3 hours for assembling. 3 hours per dozen. 1 hour for packaging. The corresponding figures for a dozen unit of model B are the 2.5 per dozen, 4 per dozen and 2 per dozen. ഇതെല്ലാം per dozen ആണ് വന്നേക്കുന്നത്. And for C are 6, 9 and 4. During the forthcoming week, the company has available 130 hours of manufacture. അപ്പം ടോട്ടൽ നമ്മളിവിടെ എഴുതുവാണെങ്കിൽ മാനുഫാക്ചറിങ്ങിന് 140 hours ആണ് ഉള്ളത്. 140 അല്ല 130 hours for manufacturing, 170 for assembling and 52 for packaging. Formulate this problem as an LP model so as to maximize the total profit. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഒരു യൂണിറ്റിന്റെ പ്രോഫിറ്റ് 15, 40, 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മോഡൽ എ, ബി, സി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ X1, X2, X3 ആയിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ, ബി ആൻഡ് സി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമൈസ് ചെയ്യേണ്ടത്? 15X1 പ്ലസ് 40X2 പ്ലസ് 60X3 അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് നമുക്ക് ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റ്സ് ഓഫ് എ വേണം, എത്ര യൂണിറ്റ്സ് ഓഫ് ബി വേണം, എത്ര യൂണിറ്റ്സ് ഓഫ് സി വേണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലെറ്റ് X1, X2 and X3 be the number of units of model A, B and C to be produced. The per weekly ആണ് തന്നേക്കുന്നത്, per week respectively. ഒരു വീക്കിലെ എത്ര അവേഴ്സ് ഉണ്ടെന്നൊക്കെയുള്ളതാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പം നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ X1, X2, X3 ആയിട്ട് എടുത്തു. അപ്പം നമ്മുടെ മോഡൽ നമുക്ക് എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് LP മോഡൽ. The LP model is as follows. Maximize total profit ആണ്. Total profit Z is equal to അപ്പോൾ 15X1 പ്ലസ് 40X2 പ്ലസ് 60X3 ഇതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. 15X1 പ്ലസ് 40X2 പ്ലസ് 60X3 ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്താണ്? സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ആണ്. മിനിമം 25 പ്രൊഡ്യൂസ് ചെയ്യണം.
മിനിമം 130 ബി പ്രൊഡ്യൂസ് ചെയ്യണം, മിനിമം 55 സി, പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഇത്ര ഉണ്ട്, അപ്പോൾ അത്ര എങ്കിലും മിനിമം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സബ് കൺസ്ട്രെയിന് x1 എന്ന് പറയുന്നത് എയുടെ പ്രൊഡക്ഷൻ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആയിരിക്കണം. x2 എന്ന് പറയുന്നത് ബിയുടെ, അത് 130യേക്കാളും കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ. അടുത്തത് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 55. ഇതാണ് സബ് കൺസ്ട്രെയിൻസ് വരുന്നത്. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 55. അപ്പോൾ മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 15x1, 40x2, 60x3 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻ. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് വെച്ചിട്ടുള്ള ഇതാണ്. പ്രൊഡക്ഷൻ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി സൈഡിൽ എഴുതിയിരുന്നത് പ്രൊഡക്ഷൻ റിക്വയർമെന്റിന്റെ കൺസ്ട്രെയിൻ ആണ്. മിനിമം അത്ര എങ്കിലും വേണം, കാരണം ഇത്ര ആവശ്യമുണ്ട്, അപ്പോൾ ഇത്ര മിനിമം ആവശ്യമുള്ളതെങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത്. നമുക്ക് മിനിമം 25 എങ്കിലും 25 എന്തായാലും വേണം. അപ്പോൾ അത് മിനിമം 25 എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ ബാക്കി കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൺസ്ട്രെയിൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി ടൈമിന്റെ കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ്ങിന് നമുക്ക് ഇവിടെ ഒരു ഡസൺ ആണ് എങ്കിൽ 4 hours. അപ്പോൾ നമുക്ക് x1 എന്ന് പറയുമ്പോൾ എത്ര ഡസൺ ഉണ്ട്? x1/12 ഡസൺസ് അല്ലേ? ഒരു ഡസൺ എന്ന് പറയുമ്പോഴത്തേക്കും 12 ആണ്. ടോട്ടൽ x1 ആണ്, അത് എത്ര ഡസൺ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ /12 ചെയ്യണം. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് ടൈമിന്റെ കൺസ്ട്രെയിൻ നമ്മൾ എടുക്കുവാണെങ്കിൽ, മാനുഫാക്ചറിങ് ടൈമിന്റെ കൺസ്ട്രെയിൻ നമ്മൾ എടുക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് ടൈം എക്ക് വരുന്നത് 4 hours പെർ ഡസൺ ആണ്. അപ്പോൾ 4 x1/12 അല്ലേ ഡസണിന്റെ നമ്പർ വരുന്നത്. കാരണം എ എന്ന് പറയുമ്പോൾ x1 പാർട്ടിക്കിൾസ് ഉണ്ട്. ആ x1നെ നമ്മൾ ഡസൺ ആക്കി മാറ്റുമ്പോൾ x1/12 വരും. അപ്പോൾ 4x1/12 ആണ് എയുടെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ടൈം. ഇനി ബിയുടെ എന്ന് പറയുമ്പോൾ 2.5 x2/12. അടുത്തത് 6x3/12. കാരണം x3 യൂണിറ്റ്സ് ആണ് സിയുടെ ഉള്ളത്, അതിനെ /12 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡസൺസ് കിട്ടും. അപ്പോൾ x3/12 ഇൻറ്റു 6 അതെന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 130 ആയിരിക്കണം. ഇതാണ് മാനുഫാക്ചറിങ്. അതേപോലെ തന്നെ അസംബ്ലിങ്ങിന് നമുക്ക് അസംബ്ലിങ്ങിൻ്റെത് 3x1/12 പ്ലസ് 4x2/12 പ്ലസ് 9x3/12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത് 170 ആയിരിക്കണം. ഇനി ഒരെണ്ണം കൂടെ വരും, പാക്കേജിംഗ് ടൈമിങ്ങിൻ്റെത്. പാക്കേജിംഗ് ടൈമിന്റെ കൺസ്ട്രെയിൻ. പാക്കേജിംഗ് ടൈം എയുടേത് 1, ബിയുടെ 2, മറ്റേത് 4. x1/12, 2x2/12, 4x3/12. അത് മാക്സിമം 52 പറ്റുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 52. പിന്നെ എന്താണ്? x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ LP മോഡൽ. അപ്പോൾ നമ്മൾ മാക്സിമൈസ് പ്രോഫിറ്റ് ചെയ്തു. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ 15x1, 40x2, 60x3. നമുക്ക് കൺസ്ട്രെയിൻസ് ആദ്യം പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഉണ്ട്, ഇത്രയെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലോ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടോ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ x1 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 55. പിന്നെ മാനുഫാക്ചറിങ് കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് തന്നേക്കുന്നത്, ഡസന്റെ കണക്കിലാണ് മാനുഫാക്ചറിങ് തന്നേക്കുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു x1/12, 2.5 ഇൻറ്റു x2/12 പ്ലസ് 6x3/12 അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 130. ഇവിടെ വരുമ്പോൾ മാക്സിമം 170 പറ്റുള്ളൂ. അപ്പോൾ 3x1/12, 4x2/12, 9x3/12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 170. അടുത്തത് x1/12, 2x2/12, 4x3/12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 52. പിന്നെ നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.